ഹലോ നമസ്കാരം. ഈ വീഡിയോയുടെ റെസ്പോൺസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനെക്കുറിച്ചിട്ട് മീൻസ് ഈ ലിൻഡൽ ബീമിനെ കുറിച്ചിട്ട് അധികം ആൾക്കാർക്ക് അത്രയ്ക്കാണ്ട് കറക്റ്റായിട്ടുള്ള ഒരു ധാരണ അല്ല നമ്മുടെ നാട്ടിൽ പുലർന്നു പോകുന്നത്. ലിൻഡൽ ബീം എന്ന് പറയുമ്പോൾ പൊതുവെ പറയാലോ, നമ്മുടെ സാധാരണ ഉള്ള ഫൗണ്ടേഷന്റെ മേലേക്ക് വരുന്ന വോളിന്റെയും സ്ലാബിന്റെയും ഇടയിൽ വരുന്ന ഒരു ബീമാണ് ലിൻഡൽ ബീം. ഇത് നമ്മുടെ വോളുകൾ ലോഡ് ബിയറിംഗ് സ്ട്രക്ചറിലാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. മെയിൻ ആയിട്ട് അവിടെ ഇത് ലോഡ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലിൻഡൽ ബീം പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ. സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നോർമൽ സ്ലാബിന്റെ ചോട്ടിൽ നമ്മൾ വോൾ വെക്കുമല്ലോ, വോളിന്റെ ഇൻ ബിറ്റ്വീനിൽ 210 നമ്മൾ ഈ ലിൻഡൽ ബീം പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ലിൻഡൽ ബീമിന്റെ ചോട്ടിലായിട്ടാണ് നമ്മൾ ഈ ഓപ്പണിങ്സ്, വിൻഡോസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായി തന്നെ കൊടുക്കുക. കാരണം ലോഡ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പിന്നെ അവർ ക്രാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ബീമിന്റെ ചോട്ടിലായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഈ ബീം പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ നമ്മൾ ഫുൾ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഹാഫ് ആയിട്ട് കൊടുക്കാം. അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മളിപ്പോൾ പൊതുവേ പറയുകയാണെങ്കിൽ ലിൻഡൽ ബീമിൽ പല ടൈപ്പ് ഓഫ് വേ ഉണ്ട് നമുക്ക് കൊടുക്കാൻ. നമ്മൾ നോർമലായിട്ട് കാണുന്ന രീതി എന്ന് പറയുന്നത് RCC ആണ്, എന്ന് വെച്ചാൽ കോൺക്രീറ്റ് കമ്പിയിട്ടുള്ള റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആണ് കാണുന്നത്. അതിൽ തന്നെ കട്ട്ലിൻഡലായിട്ടും കൊടുക്കാം, അത് ത്രൂ ഔട്ട് ആയിട്ടും കൊടുക്കാം.